കണ്ണുകൾ തുറന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ച അത്ഭുത ലോകമാണ് വായന. വീണ്ടും വീണ്ടും തുറക്കാവുന്ന ഒരു സമ്മാനപ്പൊതിയാണ് പുസ്തകം. ഒരു പുസ്തകം എന്നാൽ പോക്കറ്റിൽ കൊണ്ടു നടക്കാവുന്ന ഒരു പൂന്തോട്ടം പോലെയാണ്. എഴുതാനും വായിക്കാനും കഴിയുന്ന ഒരാൾക്ക് 4 കണ്ണുകളാണുള്ളത്. കൂടുതൽ വായിക്കുമ്പോൾ കൂടുതൽ അറിയുന്നു, കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ എത്തുന്നു. തനിക്കൊരു ജീവിതം മാത്രമേ ഉള്ളൂ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പുസ്തകം വായിക്കാൻ അറിയില്ല. നല്ലൊരു പുസ്തകത്തിൽ ഏറ്റവും മികച്ചത് വരികൾക്കിടയിലാവും. എന്നാണോ നിങ്ങൾ വായിക്കാൻ പഠിക്കുന്നത് അന്നു മുതൽ നിങ്ങൾ സ്വതന്ത്രരാണ്. പുസ്തകത്തോളം വലിയ ചങ്ങാതിയില്ലെന്നും വായനത്തോളം വലിയ അനുഭവമില്ല. പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ. പുത്തനൊരായുധമാണ് നിനക്കത്. പുസ്തകം കയ്യിലെടുത്തോളൂ. ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അതുപോലെയാണ് വായന മനസ്സിന്. ഒരു നല്ല ഗ്രന്ഥശാല ഒരു യഥാർത്ഥ സർവകലാശാലയാണ്. വളരെയധികം ചിന്തിക്കുക, കുറച്ചു മാത്രം സംസാരിക്കുക, അതിലും കുറച്ച് എഴുതുക. കാരണം എഴുതുന്നത് പല തലമുറകളോളം രേഖയായിരിക്കും. വായന പോലെ ചെലവ് ചുരുങ്ങിയ മറ്റൊരു വിനോദവുമില്ല. അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം പോലെ നീണ്ടു നിൽക്കുന്ന മറ്റൊരു ആനന്ദവുമില്ല. കൂട്ടുകൂടാം പുസ്തകങ്ങളോട്, തുറക്കാം വായനയുടെ വാതായനങ്ങൾ. നല്ല പുസ്തകങ്ങൾ, നല്ല വഴികാട്ടികൾ. പ്രണയിക്കാം പുസ്തകങ്ങളെ, യാത്ര പോകാം അറിവിന്റെ അനന്തമായ ലോകത്തേക്ക്. വായന ശീലമാക്കാം, അറിവിന്റെ ലോകത്ത് പറന്നുയരാം. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. വളരാം നമുക്ക് വായനയിലൂടെ. വായന എന്ന ലഹരി ശീലമാക്കാം. വായന ശീലമാക്കാം, അറിവാം സമ്പത്ത് നേടിയിടാം. നല്ല വായന, നല്ല വിജ്ഞാനം, സംസ്കാരം. വായിക്കാം പുസ്തകങ്ങൾ, ചിറക് നൽകാം സ്വപ്നങ്ങൾക്ക്. നയിക്കാം കുരുന്നുകളെ വായനയുടെ ലോകത്തേക്ക്, നല്ല നാളേക്കായി. നല്ല പുസ്തകങ്ങൾ, നല്ല കൂട്ടുകാർ. വായിക്കാം പുസ്തകങ്ങൾ, അകറ്റാം വിരസത. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ബുദ്ധിയുടെ ആഹാരം വായനയും ചിന്തയുമാണ്. വ്യക്തികൾക്ക് മരണമുണ്ട്, പുസ്തകങ്ങൾക്ക് മരണമില്ല.